ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 38 വർഷമായി രോഗശയ്യയിൽ കഴിഞ്ഞവന്റെ പക്കലേക്ക് ഈശോ എത്തുമ്പോൾ അവൻ പറയുന്നത് തൻ്റെ പരാതികളും മുടന്തൻ ന്യായങ്ങളുമാണ്. വെള്ളമിളകുമ്പോൾ തന്നെ ഇറക്കാൻ ആരുമില്ല എന്ന അവൻ്റെ പരിഭവം ഒരു മനുഷ്യ സഹായത്തിലും പ്രത്യാശയില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നു. എന്നാൽ ക്രിസ്തു വരുന്നത് നിബന്ധനകളില്ലാത്ത സൗഖ്യവുമായാണ്. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ഈ വചനം വെറുമൊരു കൽപ്പനയല്ല, മറിച്ച് മനുഷ്യന്റെ തളർന്നുപോയ ഇച്ഛാശക്തിയെ പുനരുജ്ജീവിപ്പിക്കലാണ്. സാബത്ത് എന്നാൽ വിശ്രമമല്ല, മറിച്ച് ദൈവികമായ പൂർണ്ണതയിലേക്കുള്ള മടങ്ങിവരവാണെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നു. ആചാരങ്ങളുടെ കുളക്കരയിൽ കാത്തു നിൽക്കുന്നവർക്ക് മുൻപിൽ വചനത്തിന്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തുന്നു. സൗഖ്യം എന്നത് വെള്ളത്തിന്റെ ചലനത്തിലല്ല, ദൈവത്തിന്റെ വചനത്തിലാണ്. കിടക്കകൾ ഉപേക്ഷിക്കുക, വചനത്തിൽ ചുവടുവെക്കുക. അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല, വചനത്തെ അനുസരിക്കുക. വചനമാകുന്ന അപ്പം നമ്മുടെ തളർച്ചകൾ മാറ്റട്ടെ.